ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ഡെയിലി വ്ളോഗ്. ഇന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു വീഡിയോ ഇടണോ വേണ്ടേന്ന്. കാരണം ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കും അധികം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാനൊരു ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ എന്തായാലും എനിക്കിന്ന് അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചെയ്യാം. കാരണം എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ദിവസം ആയിരിക്കത്തില്ല. വെറുതെ മടി പിടിച്ച് വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് വെറുതെ TV ഒക്കെ കണ്ടിരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ദിവസങ്ങളും ഉണ്ടാവും. ഇന്ന് അതുപോലൊരു ദിവസമാണ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. ശരിക്കും രാവിലെ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ഇവിടെ ഒരു ക്രിക്കറ്റ് വേഴ്സസ് ജിം തമ്മിലുള്ളൊരു വൻ ഫൈറ്റ് ആയിരുന്നു. രണ്ടുപേർക്കും ഒരേ സമയത്ത് പോകണം. പിന്നെ വേറെ വഴിയില്ല. ഞാൻ തന്നെ ഓക്കെ ശരി എന്നാൽ പിന്നെ ഞാൻ പോകുന്നില്ല, ക്രിക്കറ്റ് കളി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്മാറി. അതുകൊണ്ട് തന്നെ അന്നേരം തൊട്ട് എൻ്റെ ഒരു മൂഡ് ശരിയല്ലായിരുന്നു. എൻ്റെ മൂഡ് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ആ മൂഡ് തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും അടിപൊളി ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണമായിരുന്നു. അങ്ങനെ ഫ്രണ്ടിനെ കണ്ടു. ജസ്റ്റ് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ മീൻസ് ഞാൻ നടക്കാൻ പോകുന്ന പാർക്ക്, ആ പാർക്കിൽ ഒന്ന് വെറുതെ അവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞു നിന്നു. സഹസ്രക്കുട്ടിക്ക് പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആൾ ഫുൾ ഓണാണ്. ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകാൻ. പിള്ളേരങ്ങനെയാണല്ലോ. പിന്നെ പാർക്കിലൊക്കെ കൊണ്ടുപോയി അവിടെ പിള്ളേർ കളിക്കുന്നതൊക്കെ കാണുമ്പോഴും കുറച്ചും കൂടി സന്തോഷം അവൾക്ക്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് അവൾ തീരെ അതിനകത്ത് കിടക്കില്ല. അപ്പം നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യവും കൊണ്ടുവച്ചിട്ട് അവളെ അതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അവളെ ഒന്ന് എൻകറേജ് ചെയ്യാണ്. അങ്ങനെ ചെറിയ ഒരു കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ്. സഹസ്രക്കുട്ടിയാണെങ്കിൽ എൻ്റെ കയ്യിലും ഇരുന്ന് ഉറങ്ങുവാണ്. അവൾ ഭയങ്കര ചൂടുള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ അവൾക്ക് ആകെ ഡിസ്കംഫർട്ടായിരുന്നു. അത് കാരണം തറയിൽ വെച്ചിട്ട് കിടക്കുന്നേയില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കൈ പിടിച്ചു. ഉറങ്ങിയ ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റൊക്കെ വന്നപ്പോൾ നമ്മൾ പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഫുട്ബോൾ നടക്കുകയാണല്ലോ, അപ്പം ഫുട്ബോളൊക്കെ കണ്ടായിരിക്കുവാണ് അമ്പു. അവളെ ഞങ്ങൾ വീണ്ടും അതിനകത്തേക്ക് ഇട്ടു, ആ ഫെൻസിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ അവിടെ കിടന്ന് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ അവൾ കുറച്ചൊക്കെ അവിടെ കിടക്കും. അല്ലാണ്ട് സൈലൻ്റ് ആയിട്ട് നമ്മൾ ഫോണിലൊക്കെ നോക്കി അവളെ അതിനകത്ത് ഇട്ടേക്കുവാണെങ്കിൽ അവൾക്ക് വലിയ താല്പര്യമില്ല അതിനകത്ത് കിടക്കാൻ. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ അവൾ കുറച്ച് നേരമൊക്കെ അതിനകത്ത് കിടക്കും. പിന്നെ ഇപ്പം കരയുവാ. അപ്പം അച്ഛയോട് ഞാൻ പറയുമോ പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. താല്പര്യമില്ല, കിടന്ന് മതിയായി, കളിച്ച് മതിയായി, ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകണം അവൾക്ക്. ജബ 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 ജബ. ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. ഇന്ന് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വൃത്തികെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. യെസ്, ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു ദിവസം അല്ലേ? നമ്മൾ നല്ല പ്രൊഡക്റ്റീവാണ്. കരഞ്ഞു തകർക്കുന്നുണ്ട്. ആ ബെഡിൽ കിടന്ന് ഇതൊന്നും അല്ലല്ലോ പ്രകടനം. മറിയുന്നു, തിരിയുന്നു, ചാടുന്നു, ഓടുന്നു. പ്ലേമാറ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അനങ്ങത്തില്ല, അവിടെ കിടക്കും. എവിടെയാണോ നമ്മൾ വെക്കുന്നത് അവിടെ തന്നെ ഇരിക്കും. ഈ ഉറക്കമൊക്കെ വരുന്നു. ഗൈസ്, ഇന്നിവിടെ ഭയങ്കര ചൂടാണ്. ചൂട് സഹിക്കാൻ വയ്യാതെ ഞങ്ങളതേ പിള്ളേരെ എടുത്തുകൊണ്ട് വീട്ടിൻ്റെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പം നോക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ ഇറങ്ങി പുറത്ത് നിൽക്കുന്നുണ്ട്. അത്രയും ചൂടാണ്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടുപേരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിണുങ്ങി അങ്ങനെ നിൽക്കുമായിരുന്നു. ഒട്ടും ഒരു കംഫർട്ട് അല്ലാത്ത രീതിയിൽ. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് രണ്ടാളും ഹാപ്പിയായി. അങ്ങനെ പിന്നെ കുറേ നേരം പുറത്തൊക്കെ നിന്ന് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഏതെങ്കിലും മൂവി കണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു ഏത് കാണാമെന്ന്. കാരണം നമ്മളിങ്ങനെ ഇരുന്ന് TV ഒക്കെ കണ്ടിട്ട് കുറേ നാളായി. എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞങ്ങളിങ്ങനെ ഈ ഹാളിൽ വന്നിരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് TV കാണാറേ ഇല്ല. കാരണം അതിന് പറ്റാറില്ലായിരുന്നു. ഇപ്പം പിന്നെ കുഴപ്പമില്ല. ഇവള് ഉറങ്ങുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സൗണ്ട് കേട്ടാലും രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൗണ്ടൊന്നും കേട്ടാൽ അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അവളെയും കൂടെ
കൂടെ കൺസിഡർ ചെയ്ത് ഒരു സൗണ്ടിൽ നമ്മൾ TV കാണാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ദൃശ്യം 3 വന്നിട്ടുണ്ടായിരുന്നു പ്രേമിൽ. അപ്പം എന്നാൽ പിന്നെ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ റിമോട്ട് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക താല്പര്യമാണ് അതിനോട്. അത് കാരണം അച്ഛൻ ഒരു റിമോട്ട് അവൾക്ക് കൊടുത്തിട്ട് ഒരു റിമോട്ടിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വേണ്ട, രണ്ടും വേണം അവൾക്ക്. അതിന് വേണ്ടിയിട്ട് ഗുസ്തി കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ സമയത്ത് നമുക്ക് ഇവള് ഉണർന്നിരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ മെല്ലെ വെയിറ്റ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ചിട്ട് പിള്ളേർ രണ്ടാളും ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ TV വെച്ചിട്ട് കാണാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഇച്ചിരി ഒന്ന് കൂടുമ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ വലിയ ശല്യമൊന്നുമില്ല. ലൈക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓക്കെ, എന്താ നിങ്ങൾ ചെയ്യുന്നത്, ഓക്കെ ശരി, എന്നാൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന് കളിച്ച് ചിരിച്ചിട്ടൊക്കെ വീണ്ടും അതേപോലെ കിടന്നുറങ്ങും. പിന്നെ വിശക്കുവാണെങ്കിൽ കരയും, അപ്പോൾ പാൽ കൊടുക്കും, വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കയ്യിൽ പിടിച്ച് വെക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് താഴെ വെച്ച് കഴിയുമ്പോഴത്തേക്കും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കയ്യിൽ പിടിച്ചിട്ടാണെങ്കിൽ മൂവിയൊക്കെ കണ്ടു തീർത്ത് ഞങ്ങൾ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.